Hi students, welcome to X and Y Learning. So നമ്മൾ MSAT അല്ലെങ്കിൽ STS പ്രിപ്പറേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ് 9ലെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ വർക്ക് ആൻഡ് എനർജി പവർ. അതായിരുന്നു നമ്മളെ അന്നത്തെ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും കൂടെ നമ്മളെ ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ പ്ലാന്. നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, പ്രഷർ, നമ്മളെ ബോയൻ ഫോഴ്സ്, ലിക്വിഡ് പ്രഷറൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു ബോയൻ ഫോഴ്സിൽ ലിക്വിഡ് പ്രഷറിലൊക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മളൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കും. കൂടാതെ ഗ്രാവിറ്റേഷൻ, ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ്. ഗ്രാവിറ്റേഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സംസാരത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോയൻ ഫോഴ്സ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. കൂടാതെ അതിനേക്കാളും നല്ല ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. ഓക്കെ, യെസ്. സോ എല്ലാവരും എന്ത് ചെയ്യാം, ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസും കൂടി കാണാം. നന്നായിട്ട് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളെ എക്സാമിൻ്റെ ഒരു ടഫ്നെസ് ഒക്കെ മനസ്സിലാക്കുക, മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. കൂടാതെ നമുക്ക് ആ ഒരു എന്താണ് ടോപ്പിക്സിലൂടെ ഒരു റിവിഷൻ, ഓക്കെ, ഇക്വേഷൻസിലൂടെ ഒരു റിവിഷൻ ഒക്കെയാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പ്രശ്നം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇക്വേഷൻസ് എന്തൊക്കെയാണ് ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ സാധാ പ്രഷറിൻ്റെ നിങ്ങൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, മറന്നു പോരുത്. ഫോഴ്സ് ബൈ ഏരിയ, പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ ആണ് അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. പിന്നെ ലിക്വിഡ് പ്രഷർ, ലിക്വിഡ് പ്രഷർ എത്രയാ, h ρg. ഓക്കെ, അതായത് ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എച്ച് ഡെപ്ത്, ഓക്കെ, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ എത്ര ഡെപ്തിലാണ് ആ പോയിന്റ് എടുത്തതെന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ കാണാൻ ഈ പോയിന്റിലോ ഓക്കെ, പെർട്ടിക്കുലർ ഡെപ്തിൽ എല്ലായിടത്തും ഒരേ പ്രഷർ ആയിരിക്കും. ആ പോയിന്റിലെ ഡെപ്ത് കാണാനുള്ള ഇക്വേഷനാണ് h ρg. ഈ റോ എന്ന് പറഞ്ഞാൽ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്. ഓക്കെ, പിന്നെ ബോയൻ ഫോഴ്സോ, ബോയൻ ഫോഴ്സ് നമ്മൾ ലിക്വിഡ് പ്രഷറിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ബോയൻ ഫോഴ്സ്. എഫ് ബോയൻറ്റ് ഇസ് ഈക്വൽ ടു വി ρg. ഓക്കെ, വി ρg ഇതിലെന്ത് ചെയ്തത്, വി എന്ന് പറഞ്ഞാൽ ബോഡിൻ്റെ വോളിയാണ്. അതായത് നമ്മളൊരു വെള്ളത്തിലൊരു ബോഡി ഇട്ടാൽ, ഓക്കെ, വെള്ളത്തിലൊരു ബോഡി ഇട്ടാൽ ഇതിൽ ഇമ്മേഴ്സ് ചെയ്ത് കിടക്കുന്ന ബോഡീൻ്റെ വോളിയാണ് വി ബോഡി എന്ന് പറയുന്നത്. തെറ്റിക്ക് പോരുത്. ഒരു വെള്ളത്തിലൊരു ബോഡി എന്താണ് ഹാഫ് അല്ലെങ്കിൽ 1/3 ഒക്കെ മുങ്ങിക്കെടുക്കുക എന്ന് പറഞ്ഞാൽ ആ മുങ്ങിക്കെടുക്കുന്ന പാർട്ടിൻ്റെ വോളിയാണ് ഇവിടെ ബോഡീൻ്റെ വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വി കൊണ്ട്. ഓക്കെ, സോ വി ഇമ്മേഴ്സ്ഡ് ബോഡീൻ്റെ വോളിയം എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചു വെക്കാം, മറന്നുപോകില്ല. ഓക്കെ, VIB അല്ലെങ്കിൽ VBI എന്ന് വേണമെങ്കിൽ പഠിച്ചേക്കാം. ഇമ്മേഴ്സ്ഡ് ബോഡിൻ്റെ വോളിയം ആയിരിക്കണം. റോ എന്ന് പറഞ്ഞാൽ റോ ലിക്വിഡ് ആണ്, അല്ലാതെ ബോഡിൻ്റെ എന്നല്ല ഡെൻസിറ്റി അല്ല. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാം. ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കാം, മറന്നു പോകരുത്. പിന്നെ നമ്മൾ പാസ്കൽസ് ലോ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പാസ്കൽസ് ലോ പറഞ്ഞാൽ നമ്മുടെ ഒരു ലിക്വിഡിലോട്ട് പ്രഷർ കൊടുത്താൽ, ഒരു യൂണിഫോം ലിക്വിഡിലോട്ട് പ്രഷർ കൊടുത്താൽ ആ പ്രഷർ ആ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗത്തോട്ടും യൂണിഫോമിലായിട്ടിരിക്കും സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഒരു ടിപ്പിക്കൽ കേസാണ് അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. ഓക്കെ, സോ ഇവിടെ ഒരു A ഏരിയ ഉണ്ട്, ഇവിടെ ഒരു A1 ഏരിയ ഉണ്ട്, ഇവിടെ ഒരു A2 ഏരിയ ഉണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു F1 ആണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഫീൽ ചെയ്യും, ഇങ്ങോട്ട് ഒരു F2 പ്രഷർ ഫോഴ്സ് ഫീൽ ചെയ്യും. ഓക്കെ, സോ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ F1/A1 ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു F2/A2. ഓക്കെ, അതായത് P1 is equal to P2 ആണ്, P1 is equal to P2 ആണ്. അവിടെ നമ്മൾ എന്താക്കിയെടുത്തു, F1/A1 is equal to F2/A2. ഓക്കെ, സോ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കാം, പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഒരാളും കൂടി പഠിച്ചിട്ടുണ്ട്, ആരാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്, ബോയൻ ഫോഴ്സ്, നിങ്ങളൊരു ലിക്വിഡിലോട്ട് എന്താണ് ഒരു ബോഡി എടുത്താൽ അതിൻ്റെ അനുഭവപ്പെടുന്ന ബോയൻ ഫോഴ്സ് അത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് മാറിപ്പോയാൽ എന്തായി പോകും, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാതെ പറ്റാതായി പോകും. ഓക്കെ, സോ ഇവിടെ നോക്കി, ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ഡെപിക്ഷൻ നോക്കാം. ഇവിടെ എയറിലെ ഇയാൾക്ക് വെയിറ്റ് 5 കിലോഗ്രാം ആണ്. ഓക്കെ, സോ 5 കിലോഗ്രാം ആണ്. ഇയാൾ വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ ഇയാൾ വെയിറ്റ് 3 കിലോഗ്രാം എന്ന് കിട്ടി. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും വെയിറ്റിൽ കുറവുണ്ടായിട്ടുള്ളത് 2 കിലോഗ്രാം ആണ്. ആ 2 കിലോഗ്രാം കുറവുണ്ടായിട്ടുള്ളത് വെള്ളം അതിനെ ബാലൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ അത് വെള്ളം കൊടുക്കുന്ന ബോയൻ ഫോഴ്സ് ആണ്. വെള്ളം കൊടുക്കുന്ന ബോയൻ ഫോഴ്സ് ആണ് എത്രയാണ്, എഫ് ബോയൻ ആണ് 2 കിലോഗ്രാം. ഓക്കെ, 2 കിലോഗ്രാം. സോ ഈ ബോയൻ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്ഡ് വാട്ടറിൻ്റെ വെയിറ്റ്. ഓക്കെ, മറന്നു പോരുത്, ഒരു വെള്ളത്തിലോട്ട് ഒരു ബോഡി ഇമേഴ്സ് ചെയ്താൽ അത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിൻ്റെ വെയിറ്റ് വിൽ ബി ഈക്വൽ ടു
ദ ബോയൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദ ബോഡി. ഓക്കെ, സോ അതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ 5 കിലോഗ്രാം ഉണ്ടായിരുന്നു, ഇവിടെ 3 കിലോഗ്രാം ആയി വെള്ളത്തിലോട്ട് ഇറക്കിയപ്പോൾ. സോ അവിടുത്തെ ബോയൻ ഫോഴ്സ് പറഞ്ഞാൽ 2 കിലോഗ്രാം. സോ ഈ ബോയൻ ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ് ചെയ്ത വെള്ളത്തിന്റെ വെയിറ്റ്. നമുക്കറിയാം ഫോഴ്സ് ആണ് വെയിറ്റ്, സോ കിലോഗ്രാമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളെ എംസാറിന് ചോദിച്ചൊരു ചോദ്യമാണ്. എ കോൺക്രീറ്റ് സ്ലാബ് വെയ്സ് 200 Newton when it is fully submerged under the sea. Its apparent weight is 120 Newton. ഓക്കെ, ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ട്, അത് എന്തുണ്ട്, അതിന്റെ ശരിക്കുള്ള വെയിറ്റ് അല്ലെങ്കിൽ എയറിലെ വെയിറ്റ് 200 Newton ആണ്. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മളത് ഫുള്ളി സബ്മേർജ് ചെയ്ത് സീ വാട്ടറിലോട്ട്. ഓക്കെ, നമുക്ക് ആ മറ്റേ ഡൗട്ട് ഒന്നും വേണ്ട, എത്ര ഭാഗം സബ്മേർജ് ചെയ്ത ഓളിയത്തിന്റെ ബോഡി ഒന്നും അങ്ങനത്തെ ഒന്നും ഡൗട്ട് ഇവിടെ ആവശ്യമില്ല, കാരണം ഫുള്ളി സബ്മേർജ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം ഇവിടെ അപ്പാരന്റ് വെയിറ്റ് 120 Newton ആണെന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ബോയൻ ഫോഴ്സ് എത്രയാണെന്ന് പറയാം. ബോയൻ ഫോഴ്സ് 80 Newton ആയിരിക്കും. ഓക്കെ, 80 Newton, കാരണം എന്താ 80 Newton ആണ് അതിന്റെ വെയിറ്റിലുള്ള കുറവ്. ഓക്കെ, വെയിറ്റിലുള്ള കുറവ് 80 Newton ആണ്. സോ ബോയൻ ഫോഴ്സ് 80 Newton ആണ്. 200 - 120, 80 Newton. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് എന്താ, കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ. സീ വാട്ടറിന്റെ ഡെൻസിറ്റി ആണ് ചോദിച്ചത്. WSW റോ SW എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, റോ SW, റോ ഓഫ് സീ വാട്ടർ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കൊരു ക്ലൂ ഉണ്ട്. ഇഫ് ദ വോളിയം ഓഫ് ദ സീ വാട്ടർ ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ കോൺക്രീറ്റ് സ്ലാബ് ഈസ് 4000 cm3. ആൻസർ ആയി. എങ്ങനെയാടാ നോക്ക്, എഫ് ബോൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, വി റോ ജി എഴുതാം. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് 80 Newton ആണ് തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 80 Newton. ഓക്കെ, വി റോ ജി എന്താ, വി ഓഫ് ബോഡി കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ്. സോ വി ബോഡി നമുക്ക് പറയാം റോ ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ സീ വാട്ടർ. ഓക്കെ, അതാണ് നമുക്ക് കാണാനുള്ളത്, അവിടെ നിൽക്കട്ട് ഇൻറ്റു ജി എത്ര എടുക്കാൻ പറ്റുള്ളത് 9.10 നമുക്ക് എടുക്കാം. ഓക്കെ, 10 × 80. ഓക്കെ, സോ വി ബോഡി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു വെള്ളത്തിലോട്ട് ഒരു ബ്ലോക്ക് ഇട്ടാൽ ഓക്കെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ വോളിയം എന്തായിരിക്കും, ഈ ബ്ലോക്കിന്റെ വോളിയം ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒന്നും വേണ്ട. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത് ബോയൻ ഫോഴ്സസ് വിൽ ബി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ വാട്ടർ ഡിസ്പ്ലേസ്ഡ്. ഇവിടെ നമുക്ക് ലോജിക്ക് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ ഒരു വെള്ളത്തിലോട്ട് ഒരു ബ്ലോക്ക് ഇട്ടാൽ അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ് ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിന്റെ വോളിയം ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ലോജിക്. ഓക്കെ, സോ ഈ വോളിയം നമുക്ക് അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വോളിയം തന്നിട്ടുണ്ട് 4000 cm3 അല്ലെങ്കിൽ 4 × 10⁻³ cm3. ഇത് നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് മാറ്റും. ഒരു സെന്റിമീറ്റർ പറഞ്ഞാൽ 10⁻² മീറ്റർ ആണ്. സോ ഒരു സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻² ഹോൾ ക്യൂബ് ആണ്. സോ 10⁻⁻6. ഓക്കെ, ഇൻറ്റു റോ സീ വാട്ടർ ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 80. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കട്ടായുള്ളവരൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഈ 8ഉം 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ എന്തുണ്ട് 10⁻³ 10⁻⁻6 പോലെ 10⁻³ ആവും. 10⁻³ ആവും. ഇയാൾ ഇങ്ങോട്ട് കൊടുത്താൽ എന്താവും, റോ സീ വാട്ടർ ഇസ് ഈക്വൽ ടു 8/10⁻⁻3. സോ മുകളിലോട്ട് വന്നാൽ 10⁻³ ഇനിയോ ഈ 4 ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ സാവധാനത്തിൽ എങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, 8/4 2 × 10⁻³ kg/m3. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തത്, ഞാൻ ഈ 10⁻⁻6ഉം 10⁻³ കളഞ്ഞു. സോ 10⁻³ ഇവിടെ ആൻസർ വന്നേ, -3 ഇങ്ങോട്ട് വന്നേ. ഈ 0യും ഈ 0യും മുന്നേ നമ്മൾ കട്ട് ചെയ്തിരുന്നു. സോ 10⁻³ ആൻസർ വന്നേ. അത് മുകളിലോട്ട് വന്നപ്പോൾ 10⁻³ ആയി അല്ലേ, 10⁻³ ആയി. 10⁻³ ആയി. ഓക്കെ ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് വരാം 2 × 10⁻³ kg/m3. ഇവിടെ G = 9.8 എടുത്താൽ അറൗണ്ട് കുറച്ചും കൂടി എന്ത് വരും, കുറവായിരിക്കും വരാം. കുറച്ചും കൂടി കുറവായിരിക്കും ആൻസർ വരാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കുറച്ചും കൂടി കൂടുതലായിരിക്കും ആൻസർ വരാം. റൈറ്റ്, ഇവിടെ G എന്താണ് 10 ആണ്, ഇവിടെ 9.8 എടുത്താൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും ആൻസർ വരിക. സോ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഇവിടെ നമുക്ക് അതിനടുത്തല്ലാതെ വേറൊരു ആൻസർ ഇവിടെ നമുക്ക് കാണുന്നില്ല. ഓക്കെ, സോ നമ്മളിവിടെ എന്താ ചെയ്തത്, ഒരു ബ്ലോക്ക്. ഓക്കെ, ഒരു ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്ത്, ഒരു കോൺക്രീറ്റ് സ്ലാബ് നമ്മളെ വെള്ളത്തിലോട്ട് മുക്കി വെച്ച്. അപ്പോൾ ഉള്ള വെയിറ്റിലെ ഡിഫറൻസ് നമുക്ക് തന്നിട്ട് നമുക്കറിയാം വെയിറ്റിലെ ഡിഫറൻസ് എത്രയാണോ അല്ലെങ്കിൽ എത്ര വെയിറ്റ് ആണോ കുറഞ്ഞത് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതാണ് ബോയൻ ഫോഴ്സ് ആണ്. 80 Newton ആണ് ഇവിടെ തന്നിട്ട്. സോ നമ്മൾ ഈ 80 Newton അല്ലെങ്കിൽ ബോയൻ ഫോഴ്സ് = 80 എന്ന് എഴുതി. ബോയൻ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, V × റോ ലിക്വിഡ് × G.
ഓക്കെ. സോ ഈ ജിയിൽ നമുക്ക് 10ഉം ഇവിടുത്തെ 80 0 നമ്മൾ കട്ട് ചെയ്ത്. പിന്നെയോ വി, ഈ വി വോളിയം ഓഫ് ഈ കോൺക്രീറ്റ് സ്ലാബ് എന്താണ്, ഇത് ഡിസ്പ്ലേസ് ചെയ്ത് വാട്ടറിന്റെ വോളിയത്തിന് ഈക്വൽ ആണ്. ഓക്കെ, ആ വോളിയത്തിലുള്ള ഈക്വൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വോളിയം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ് ചെയ്ത വാട്ടറിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എടുത്തെഴുതി. 4 × 10⁻³ ആണ്, സെന്റിമീറ്റർ ക്യൂബ് ആണ്. സോ 1 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻² മീറ്റർ ആണ്. സോ 1 സെന്റിമീറ്റർ ക്യൂബ് ഇസ് ഈക്വൽ ടു 10⁻² ഹോൾ ക്യൂബ് ആണ്. സോ 10⁻⁻6 ആണ്. സോ 10⁻⁻6 മീറ്റർ ക്യൂബ് ആണ് 1 സെന്റിമീറ്റർ ക്യൂബ് ആൻസർ വരിക. ഓക്കെ, സോ കൺവേർഷൻ എല്ലാം അറിയണം. പിന്നെ ഞാൻ എന്ത് ചെയ്തേ, പിന്നെ കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത്, ആദ്യം ഈ 0ഉം 0ഉം കട്ടായി പോയി. പിന്നെ 10⁻³ 10⁻⁻6 10⁻³ ആയി. താഴോട്ട് വന്നപ്പോൾ എന്ത് ചെയ്ത് 10⁻³ താഴോട്ട് വന്ന് ഇനി പിന്നെ നമ്മൾ മേലോട്ടുണ്ട് അല്ലേ. 1/a⁻b ഇസ് ഈക്വൽ ടു a⁻−b. ഓക്കെ, പവർ റൂൾസ് ആണ്, നിങ്ങൾ അറിഞ്ഞു വെക്കണം. പിന്നെയോ പവർ റൂൾസ് വേറെ എന്താ, a⁻b × a⁻c ഇസ് ഈക്വൽ ടു a⁻b+c. ഓക്കെ ഓക്കെ, ഇതെല്ലാം നിങ്ങളെ പ്രോബ്ലം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളെ പേസിൽ വേറെ രീതിയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് പോവാം. പ്രശ്നം എന്നുള്ള വേറെ ക്വസ്റ്റ്യൻ. റിലേറ്റീവ് ഡെൻസിറ്റി എത്രയെന്ന ചോദ്യം. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ഓക്കെ, റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോ റിലേറ്റീവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. റോ ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ. ഓക്കെ, നമുക്ക് തന്ന ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ. കാരണം റോ ഓഫ് വാട്ടർ നമ്മൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒരു റെഫറൻസ് ആയിട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി വെള്ളത്തിന്റെ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു റിലേറ്റീവ് ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഇന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റി താഴെ എഴുതാം. ഓക്കെ, എനിവേ ഇതാണ് നമ്മളെ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? എ സോളിഡ് വെയ്സ് 80 g ഇൻ എയർ ആൻഡ് 60 g ഇൻ വാട്ടർ. 80 g ആണ്, ഗ്രാം അല്ല. ഓക്കെ, 80 g ഇൻ എയർ, അതായത് mg എത്രയാണ്? 80 g ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, കൂടാതെ തന്നിട്ടുണ്ട് 60 g ഇൻ വാട്ടർ, അതായത് ബോയിൻ ഫോഴ്സ് എത്രയാ? F bond is equal to എത്രയാ കുറഞ്ഞത്? 64 ആയി. സോ ആ എന്താണ് ബാലൻസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ വെയിറ്റിലുള്ള കുറവ് ബാലൻസ് ചെയ്തതാണ് ബോയിൻ ഫോഴ്സ് ആണ്. 16 g ആയിരിക്കും നമ്മളെന്ത് 16 g ആയിരിക്കും നമ്മളെ ബോയിൻ ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇയാളെ ഇവിടെ ഉണ്ടാക്കിയെടുക്കണം. റോ എന്താണ് ഒബ്ജക്റ്റ് ഡിവൈഡ് ബൈ റോ വാട്ടർ. ഓക്കെ, ബോയിൻ ഫോഴ്സിനെ നമുക്ക് എന്ത് എഴുതാം? ബോയിൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ലിക്വിഡ് അല്ലേ, റോ ലിക്വിഡ് അല്ലെങ്കിൽ ഇവിടെ വാട്ടർ ആണ്, റോ വാട്ടർ ഇൻറ്റു. ഓക്കെ, നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ അവിടെ എത്തിക്കാം നോക്കാം. ഓക്കെ, റോ വി വി ആരാണ്? വി സോളിഡ് ആണ്, വി ബ്ലോക്ക് അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, വി ബ്ലോക്ക് ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു 16 g. ഓക്കെ, ഇസ് ഈക്വൽ ടു 16 g. ഞാൻ ഈ ജിയും കട്ടാക്കി കളഞ്ഞേ. ഓക്കെ, സോ നമുക്ക് ഇവിടെ കിട്ടും റോ വാട്ടർ ഇൻറ്റു വി ബി ഇസ് ഈക്വൽ ടു 16 എന്ന ആൻസർ വരും. ഓക്കെ, അതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് എന്തുണ്ടാക്കി കൊടുക്കാം? നമുക്ക് ഒബ്ജക്റ്റിന്റെ ഡെൻസിറ്റി ഇവിടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണേ? ക്വസ്റ്റ്യൻസിൽ തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതാണ്, നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളൊരു തോട്ട് പ്രോസസ്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ആവണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ മാസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഞാൻ മാസിനെ മാറ്റി എഴുതി റോ ബ്ലോക്ക് ഇൻറ്റു വി ബ്ലോക്ക് അല്ലേ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത് മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, റോ വി. ഓക്കെ, ഇൻറ്റു ജി. നമ്മളിവിടെ എടുക്കാനുള്ള ഇയാളെ ഉണ്ടാക്കാനുള്ള കാര്യം നമുക്ക് വേണ്ടത് ഡെൻസിറ്റി ഓഫ് ബ്ലോക്ക് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ 80 g. സോ ഈ ജിയും കട്ടായി പോവും. നമുക്ക് റോ ബി ഇൻറ്റു വി ബി ഇസ് ഈക്വൽ ടു 80 എന്ന് വരും. ഇനി ഇയാളെ രണ്ടാളി നോക്ക്. വി ബി ഉണ്ട്, അത് രണ്ടും കട്ടായി പോകും. നമുക്ക് റോ ബി റോ ഡബ്ല്യു ഉണ്ട്. നമുക്ക് വേണ്ടത് അയാളാണ്. ഓക്കെ, ഇവിടെ റോ ബി എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ എന്താണ് ഒബ്ജക്റ്റിനെ ഞാനിവിടെ ബ്ലോക്ക് ആയിട്ട് എഴുതിയെന്നുള്ളൂ. ഓക്കെ, സോ റോ റിലേറ്റീവ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു റോ ബി വി ബി ഡിവൈഡഡ് ബൈ റോ ഡബ്ല്യു വി ബി. ഓക്കെ, സോ ഈ വി ബി കട്ടായി പോകും നമുക്കറിയാം. സോ റോ ബി ബൈ റോ ഡബ്ല്യു 80/16 ചെയ്താൽ നമുക്ക് ആൻസർ വരും 16.
ഓക്കെ. സോ നമുക്ക് ആൻസർ ഇവിടെ വരും 5 എന്ന് ആൻസർ വരും. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട ആൾ ഉണ്ടാക്കിയെടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അതായത് 80 g ആണ് എയറിലെ വെയിറ്റ്, പിന്നെ വാട്ടറിലെ വെയിറ്റ് 64 g ആണ്. സോ നമുക്ക് പറയാം ബോൺ ഫോഴ്സ് 16 g ആണ്, 16 g ആണെന്ന് പറയാം. സോ ബോൺ ഫോഴ്സിന് ഞാൻ ഇക്വേഷൻ കൊടുത്തു, വി റോ ജിയിൽ വി എന്താണ് ബ്ലോക്കിന്റെ വോളിയാണ്, കാരണം കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡാ. റോ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ലിക്വിഡിന്റെ ഡെൻസിറ്റി ആണ്, ഇൻറ്റു ജി ഇസിക്വൾ ടു 16 g. ആ ജിയും കട്ടായി പോയി. സോ ഇവിടെ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തു, റോ ഡബ്ല്യു ഇൻറ്റു വി ബി. അതുപോലെ എം ജി ഇസിക്വൾ ടു എയറിലെ വെയിറ്റ് ആണ് അല്ലേ, എയറിലെ വെയിറ്റ് നമുക്കറിയാം എം ജി ആണ് റെപ്രസെന്റ് ചെയ്യുക. എം ജി ഇസിക്വൾ ടു 80 g എന്ന് എഴുതി. സോ എമ്മിനെ ഞാൻ മാറ്റി ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആക്കി. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഇവിടുത്തെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഇത് മാസ് ഓഫ് ബ്ലോക്ക് ആണ്. സോ ഡെൻസിറ്റി ഓഫ് ബ്ലോക്ക് ഇൻറ്റു വി ബ്ലോക്ക്. ഓക്കെ, ഇവിടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ വരില്ല, അവിടെ ഡെൻസിറ്റി ഓഫ് ബ്ലോക്ക്, അവിടെ നമ്മൾ ബോൺ ഫോഴ്സ് ആയതുകൊണ്ട് ഡെൻസിറ്റി ഓഫ് വാട്ടർ വന്നു. ഓക്കെ, സോ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജിയും കട്ടായി പോയി. എനിക്ക് വേറൊരു ഇക്വേഷൻ വന്ന് റോ ബി ഇൻറ്റു വി ബി ഇസിക്വൾ ടു 80. ഈ രണ്ട് ഇക്വേഷനോട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വി ബി രണ്ടിടത്തും കോമൺ ആണ്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് വേണ്ട ആളെ കിട്ടും, റോ ബി ബൈ റോ ഡബ്ല്യു. ആൻസർ വന്നേ നമ്മളത് ചെയ്തു. ഓക്കെ, യെസ്. ഇനി ഓക്കെ, പ്രഷർ ആ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. ലിക്വിഡ് പ്രഷർ, ബോൺ ഫോഴ്സ്, പാസ്കൽസ് ലോ, ഓക്കെ, കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഗ്രാവിറ്റേഷൻ, ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാവിറ്റേഷൻ വളരെ നല്ലൊരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ഗ്രാവിറ്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന് മുന്നേ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങളെ ഓർത്ത് വെക്കാറുണ്ട്. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ ലെവലിലെ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ഗ്രാവിറ്റേഷനിൽ. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ എന്താണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു എംസാറ്റ് എസ് ടി സിക്ക് പോകുമ്പോൾ ഓർത്ത് വെക്കേണ്ട ചില ഇക്വേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാടാ, രണ്ട് ബോഡി തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു Gm1 m2 ബൈ r² ആയിരിക്കും അല്ലേ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇവിടെ ഒരു M1 ഉണ്ട്, രണ്ടാളും r ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു M2 ഉണ്ട്. ഓക്കെ, R1 അല്ല R2. ഓക്കെ, സോ R1 അല്ല R. ഓക്കെ, സോ M1 M2 രണ്ട് ഒബ്ജക്ട്സിന്റെ രണ്ടാളും r ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, ഇവർ സെൻറ്റർ നല്ല ഡിസ്റ്റൻസ് ആണ്. എന്തുണ്ട്, ഇവർ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരുന്നു, നമ്മൾ Gm1 m2 ബൈ r². ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് എന്നല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, Gm ബൈ r². ഓക്കെ, r എന്നാൽ റേഡിയസ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് നമ്മൾ കാണുന്നത് അത്. ഓക്കെ, മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദാറ്റ് പ്ലാനറ്റ്. ഓക്കെ, ഇനി വേരിയേഷൻ ഓഫ് ജിയിലെ കുറച്ച് ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ട് പഠിക്കുന്നതാണ്. മുകളിലോട്ട് പോകുന്നതോറും നമുക്കറിയാം, എന്താണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. അവിടെ ഉള്ളൊരു ഇക്വേഷൻ ആണ് GH is equal to G into r² divided by r plus h whole square. ഓക്കെ, ഇനി ചെറിയ ഹൈറ്റ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് സ്മോൾ ഹൈറ്റ്, ഇഫ് h is very less than r ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ പറയാം, GH is equal to G into 1 minus 2h by r. ഓക്കെ, ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനേ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഡെപ്തിലോട് പോകുന്നതോറും നമ്മളെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഡെപ്തിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ ആണ് G into 1 minus d by r. ഓക്കെ, d എന്ന് പറഞ്ഞാൽ ഡെപ്ത്, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, സോ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കാം. നമ്മൾ എന്ത് ചെയ്യും, എക്സാംസിനെ ഹെൽപ്പ് ചെയ്യും. ഇക്വേഷൻസ് എല്ലാം നമ്മളെ എക്സാംസിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ ഒരു ഇക്വേഷൻ എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. h വെരി ലെസ് ദാൻ r, അല്ലെങ്കിൽ 200 കിലോമീറ്ററിന് താഴെയുള്ള, ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രമേ നമുക്കത് ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ എന്തിനാണ് നമ്മളത് പഠിക്കുന്നത്? ഓക്കെ, അത് ചില ക്വസ്റ്റിനെ, ഓക്കെ, ചെറിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം ആൻസർ വരും. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് സ്ക്വയർ അല്ലാണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഇക്വേഷൻ പഠിക്കുന്നത്. ഓക്കെ, സോ വലിയ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെയിറ്റ് ഇത്ര മടങ്ങ് കുറയും, 2 മടങ്ങ് കുറയും, അല്ലെങ്കിൽ 1/2 ആവും, 1/3 ആവും എന്നുള്ള ക്വസ്റ്റൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഓക്കെ, സോ ഇക്വേഷൻസ് എല്ലാം നിർബന്ധമാണ്. പിന്നെ നമ്മൾ കെപ്ലറിന്റെ 3rd ലോ പഠിച്ചിട്ടുണ്ട്. അതിലൊരു റിലേഷൻ ഉണ്ട്, T² പ്രൊപ്പോർഷണൽ ടു R³. ഓക്കെ, ആ ഒരു എന്താണ് ഇക്വേഷനും കൂടി പഠിച്ചു വെക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്ക്. എ ബോഡി വെയ്സ് 72 ന്യൂട്ടൺ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്. ഓക്കെ, സോ സർഫേസ് ഓഫ് എർത്ത് നിൽക്കുമ്പോൾ ഇയാൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 72 ന്യൂട്ടൺ ആണ്. ഇയാൾ എന്ത് ചെയ്തേ,
ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്ത് h is equal to r/2 പോയി. സോ ഇവിടുത്തെ ഇയാളെ വെയിറ്റ് എത്രയെന്നാ ചോദ്യം. ഓക്കെ, നമുക്കറിയാം വെയിറ്റ് is equal to mg ആണ്. സോ ഹൈറ്റിലോട്ട് പോകുമ്പോൾ ആര് മാറും? g മാറും, g കുറയും. ഓക്കെ, സോ ആ കുറയുന്ന എത്രയാണ് നമുക്ക് കണ്ടെത്തണം. അതിന് നമ്മൾ എന്ത് പഠിച്ച്? gh is equal to g into r² divided by r plus h whole square എന്ന് പഠിച്ച്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? g into r² divided by നമ്മൾ അത്ര ഹൈറ്റിലുള്ള r/2 ഹൈറ്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്നാണ് നോക്കുന്നത്. സ്വാഭാവികം കുറയും, നമുക്കറിയാം. ഹൈറ്റിലോട്ട് പോയാലും ഡെപ്തിലോട്ട് പോയാലും കുറയും, കൂടാതെ ഇക്വേറ്ററിലോട്ട് പോയാലും കുറയും. ഓക്കെ, സോ ആ 3 കാര്യങ്ങൾ നമുക്കറിയണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് വി ഗോ above the earth, as we go below the earth, പിന്നെയോ as we go towards the equator. ഓക്കെ, സോ ആ 3 ഭാഗത്തോട്ട് ഇക്വേറ്ററിലോട്ട് പോയാൽ കുറയും, പോളിലോട്ട് പോയാൽ കൂടും, ഹൈറ്റിലോട്ട് പോയാൽ കുറയും, ഡെപ്തിലോട്ട് പോയാൽ കുറയും. ഓക്കെ, സോ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു നോക്കാം. r plus r/2 ഹോൾ സ്ക്വയർ. h എത്രയാ? h r/2, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ r/2 എന്ന് എടുത്തത്. ഓക്കെ, ഇത് ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, നമുക്ക് മനസ്സിലാവും. g into r² divided by r plus r/2 എത്രയാ? 3r/2 ഹോൾ സ്ക്വയർ, അതായത് 9/4 r². സോ ഈ r² കട്ടായി പോകും. സോ നമുക്ക് വരും 4/9g. ഓക്കെ, അതായത് r/2 ഹൈറ്റിലുള്ള g എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ ജിന്റെ 4/9 ടൈംസേ ഉള്ളൂ. നമുക്കറിയാം 4/9 പറഞ്ഞാൽ ജിനേക്കാളും കുറവാണ്. സോ വെയിറ്റ് എത്രയാവും? വെയിറ്റ് അറ്റ് ഹൈറ്റ് h നമുക്ക് വിളിക്കാം. ഓപ്ഷൻ ഏതാ? 72 ന്യൂട്ടൺ ആണ് സർഫസിലുള്ള വെയിറ്റ് ഇൻറ്റു 4/9. ഓക്കെ, സോ ഈ 9 എത്ര കട്ടായി പോവും? 8 4 into 8 32 ന്യൂട്ടൺ ആൻസർ വരും. ഓക്കെ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു നോക്കണം, ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ഓക്കെ, r/2 ഹൈറ്റിലുള്ള വെയിറ്റ് എത്രയാണെന്ന ചോദ്യം സർഫസിലുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഹൈറ്റിലോട്ട് പോകുമ്പോൾ വെയിറ്റ് മാറാന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് കുറയാൻ പോകുന്നത്. കാരണം വെയിറ്റ് is equal to mg, മാസ് മാറാൻ പോകുന്നില്ല. ഓക്കെ, സോ നമ്മൾ ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്ര മാറും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനിൽ gh is equal to g r² by r plus h whole square ഇട്ടു. അതിൽ h നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, r/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്ത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എലാബറേറ്റ് ചെയ്തു, ആൻസർ കണ്ടു, എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ആൻസർ ആയി. ഓക്കെ, 32 ന്യൂട്ടൺ. ഇനി കെപ്ലർസ് ലോസ് എന്നുള്ള വളരെ എന്താണ് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് കെപ്ലർസ് ലോ പറയുന്നത്? ഒന്നും കൂടി പറയാം. നേരത്തെ പറഞ്ഞതാണ് ഒരു പ്ലാനറ്റ്. ഓക്കെ, ഒരു പ്ലാനറ്റ്. ഓക്കെ, നമുക്ക് എർത്താണ് കൺസിഡർ ചെയ്യുക. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത് സാറ്റലൈറ്റ് കറങ്ങുന്ന റേഡിയസ് എന്ന് പറഞ്ഞാൽ r1 ആണ്. ഓക്കെ, നിലവിൽ ഇയാളുടെ ടൈം പീരീഡ് t1 ആണെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്ത്? ഇയാൾ റേഡിയസ് കൂട്ടി എന്ന് വിളിച്ചോ. ഇയാൾ റേഡിയസ് കൂട്ടിയാൽ റേഡിയസ് എത്രയാക്കി? r2 ആക്കി. അപ്പോൾ ഇയാളുടെ ടൈം പീരീഡ് എത്രയായി? t2 ആയി. ശ്രദ്ധിക്കുക, ഇത് എർത്ത് ആണ്, ഇതൊരു സാറ്റലൈറ്റ് ആണ്, എർത്തിനെ ചുറ്റിക്കൊണ്ടിരിക്കുക. സോ സർക്കുലർ മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിലവിലുള്ള റേഡിയസ് സർക്കുലർ മോഷനിൽ ഇയാളെ സർക്കിളിന്റെ റേഡിയസ് r1 ആണ്. അപ്പോൾ ഉള്ള ടൈം പീരീഡ്, അതായത് ഒരു റെവല്യൂഷൻ കഴിയാനുള്ള ടൈം t1 ആണെന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്ത്? സോ നമ്മൾ r1 t1 അവിടെ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ഇയാളെ റേഡിയസ് കൂട്ടി r2 ആക്കിയാൽ ഇയാളുടെ ടൈം പീരീഡ് t2 ആവും. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് വലിയ സർക്കിൾ ആവും. സോ ടൈം പീരീഡ് കൂടും. സോ എത്ര കൂടും? ആ റിലേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്ര? t² പ്രൊപ്പോർഷണൽ ടു r3. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? t1/t2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r1/r2 ഹോൾ ക്യൂബ്. നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? ഇനി ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ നോക്കേ. നിലവിൽ ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഈസ് 5 hours. ഓക്കെ, t1 എത്രയാ? t1 is equal to 5 hours എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, r1 എത്രയാ തന്നിട്ടില്ല. r1 is equal to 6 നമുക്ക് തൽക്കാലം എടുക്കാം. ഓക്കെ, t2 എത്രയെന്നാണ് ചോദ്യം. t2 എത്രയെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. r2 എത്രയാ? r2 തന്നിട്ടുണ്ട് 4 times the previous value, അതായത് 4r. നമ്മൾ r1 4r എടുത്ത്, സോ ഇപ്പോൾ 4 times the previous value 4r എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് t2 കാണാനുള്ളത്. സോ ഞാൻ ഇതിനൊന്ന് എന്താണ് ഇങ്ങനെ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി. സോ t2/t1 എത്രയാ? 5 hours ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു r2/r1. r2 എത്രയാ? 4r ഡിവൈഡഡ് ബൈ r ഹോൾ ക്യൂബ്. ഓക്കെ, സോ ഈ ആറും കട്ടായി പോവും. ഓക്കെ, സോ നമുക്ക് എന്ത് വരും? t2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ ഇൻറ്റു 4 ക്യൂബ്. ഓക്കെ,
സോ 5 സ്ക്വയർ ഇൻറ്റു 4 ക്യൂബ് 5 സ്ക്വയർ ഇൻറ്റു 4 ക്യൂബ് 5 സ്ക്വയർ ഇൻറ്റു 4 ക്യൂബ് എത്രയാ 4 ഇൻറ്റു 4 ഇൻറ്റു 4 4 ഇൻറ്റു 4 16 ഇൻറ്റു 4 64. ഓക്കെ, ഇനി ഇത് T2 സ്ക്വയർ ആണ്. T2 എത്രയാ വരിക? അപ്പം T2 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ ഇൻറ്റു 64. റൂട്ട് ഓഫ് 5 സ്ക്വയർ ആണ് നമുക്കറിയാം 5 ഇൻറ്റു റൂട്ട് ഓഫ് 64 8 5 ഇൻറ്റു 8 40 ഹവേഴ്സ് ആൻസർ വരും. ഓക്കെ, കുറച്ച് ഓക്കെ പ്രോബ്ലം ഒക്കെ മുന്നേ ചെയ്യാത്ത ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യാത്ത ആൾക്കാർക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഓക്കെ, മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തുടങ്ങാം. ഓക്കെ, സോ ഒരു റിലേഷൻ പഠിച്ചു വെക്കാം. മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം, ആൻസറിലോട്ട് എത്തും. ഓക്കെ, സോ ഗ്രാജുവേഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ഈ എന്താണ് ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമാണ്. ഞാൻ മുന്നേ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ നിർബന്ധമാണ്. ഓക്കെ, നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് നമുക്കറിയാം ജി ഡെപ്ത് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഓക്കെ, സോ നിങ്ങൾ ആൻസർ ചെയ്യുക ഡി ഇസ് ഈക്വൽ ടു ആർ ആയാൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡെപ്ത് എത്രയാണ് നിങ്ങൾ എന്താണ് കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്ത് ചെയ്യാം, ആ ഒരു ഇക്വേഷൻ നോക്കുക. നിങ്ങൾ ഡി ഇവിടെ എത്ര ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്കറിയാം, 6 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. സോ എഫക്റ്റീവ്ലി ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഡെപ്ത് റേഡിയസ് ഓഫ് എർത്ത് ആയാൽ അല്ലെങ്കിൽ ഭൂമിയുടെ സെൻറ്ററിലെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ ഉണ്ടാവും. എനിവേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. തൽക്കാലം ഇവിടെ എംസാറ്റിൻ്റെ വീഡിയോസ് നിർത്തുകയാണ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്താൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്.